Hello everyone, welcome to Chemistry Tips. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് വരാൻ പോകുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ മൈക്രോബയോളജിസ്റ്റ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് കോച്ച്, ലൂയിസ് പാസ്റ്റർ, ആൻഡൻ വാൻ ലിയുവൻഹോക്ക് ആൻഡ് എഡ്വേർഡ് ജെന്നർ. ഇതിൻ്റെ ആൻസർ ആൻഡൻ വാൻ ലിയുവൻഹോക്കാണ്. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒന്നുകൂടി ഒന്ന് നോക്കാം. റോബർട്ട് കോച്ച്. റോബർട്ട് കോച്ച് ഇസ് ഫേമസ് ഫോർ ഹിസ് കോച്ച് പോസ്റ്റുലേറ്റ്സ് അല്ലേ? അതോടൊപ്പം തന്നെ അദ്ദേഹമാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതാണ് കോച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺട്രിബ്യൂഷൻ. പിന്നെ നമ്മുടെ ലൂയിസ് പാസ്റ്ററാണ് ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന സയൻറ്റിസ്റ്റ്. ആൻഡ് എഡ്വേർഡ് ജെന്നർ ആണെങ്കിലോ ഹീ ഈസ് ഫേമസ് ഫോർ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷന് ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ് എഡ്വേർഡ് ജെന്നർ. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Lipopolysaccharide in cell wall is a characteristic of gram-positive bacteria, gram-negative bacteria, fungi and algae. ഇതിൻ്റെ ആൻസർ വരുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാളിൽ കാണപ്പെടുന്ന ഒരു പോളിസാക്കറൈഡ് അല്ലെങ്കിൽ ലിപ്പിഡാണ് നമ്മുടെ ലിപ്പോപോളിസാക്കറൈഡ്. ഈ ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്, പോളിസാക്കറൈഡ് ആൻഡ് ആൻ ഓ സൈഡ് ചെയിൻ അല്ലെങ്കിൽ ആൻറ്റിജൻ. ഈ 3 കമ്പോണൻസ് ചേർന്നതാണ് ലിപ്പോപോളിസാക്കറൈഡ്. ഇനി ഗ്രാം പോസിറ്റീവിന് നമുക്കറിയാം, നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് ഒക്കെ പഠിക്കുമ്പോൾ കാണുന്നതാണ് അല്ലേ? പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടുണ്ടാക്കിയതാണ് ഗ്രാം പോസിറ്റീവ് സെൽ വോൾ. ഫംഗൈഡ് സെൽ വോളിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ആണ് കൈറ്റിൻ. ആൽഗയിലെ സെല്ലിൻ്റെ ഒരു ക്യാരക്ടറാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഫിലമെൻറ്റസ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് ആൽഗയ്ക്കകത്ത് കാണപ്പെടുന്ന ഒരു സൈനോ ബാക്ടീരിയയിലൊക്കെ കാണപ്പെടുന്നതാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അപ്പോൾ ലിപ്പോപോളിസാക്കറൈഡ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. നൗ കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Which of the following are characteristics of archaebacteria that different from eubacteria? Methane producers, extreme halophiles, thermoacidophiles, methane producers, extremophiles and thermoacidophiles. That is all of the above അല്ലേ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഈ പറഞ്ഞ ലാസ്റ്റ് ഓപ്ഷനാണ്. മീഥേൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ദേ ആർ കോൾഡ് മെത്തനോജൻസ്. എക്സ്ട്രീം ഹാലോഫൈൽസ്, എക്സ്ട്രീം സോൾട്ട് കണ്ടീഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർ. ആൻഡ് തെർമോ അസിഡോഫൈൽസ്, ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. നമുക്കറിയാം നമ്മുടെ ആർക്കി ബാക്ടീരിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രീം കണ്ടീഷൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്. മീഥേൻ പ്രൊഡ്യൂസേഴ്സ് ഇൻക്ലൂഡ് മെത്തനോജൻസ്, മെത്തനോഫൈൽസ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹാലോഫൈൽസിനകത്ത് ഹാലോ ബാക്ടീരിയം പോലെയുള്ള ആൾക്കാർ, അതായത് സോൾട്ട് കോൺസെൻട്രേഷൻസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? പിന്നെ നമ്മുടെ തെർമോ അക്വാട്ടിക് സ്പീഷീസ് പോലെയുള്ള തെർമോ അസിഡോഫൈൽസ്, ഹോട്ട് സ്പ്രിങ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന മൈക്രോബ്സ്, ഇതെല്ലാം ആർക്കി ബാക്ടീരിയൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. എന്നാൽ യു ബാക്ടീരിയയിൽ നമ്മുടെ ട്രൂ ബാക്ടീരിയാസ്, നോർമൽ കണ്ടീഷൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയയാണ് യു ബാക്ടീരിയയ്ക്കുള്ളിൽ കാണപ്പെടുന്നത്. Now next question. The cell wall biosynthesis is inhibited by antibiotics by inhibiting the biosynthesis of which of the following? ആൻറ്റിബയോട്ടിക്സ് വന്ന് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ സെൽ വോളിൻ്റെ ഏത് കമ്പോണൻറ്റിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? ലിപ്പോപോളിസാക്കറൈഡ്, സെല്ലുലോസ്, പെപ്റ്റിഡോഗ്ലൈക്കൻ, പ്രോട്ടീൻ. ആൻറ്റിബയോട്ടിക്സിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ദേ ആക്ട് ഓൺ ദി പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ അല്ലേ? സെല്ലിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലാണ് ആൻറ്റിബയോട്ടിക്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് അവരുടെ ആക്ടിവിറ്റീനെ, മൈക്രോബിൻ്റെ ആക്ടിവിറ്റീനെ ആൻറ്റിബയോട്ടിക്സ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദി റിസോൾവിംഗ് പവർ.
Resolving power of a microscope is a function of wavelength, numerical aperture, refractive index, both wavelength of light used and numerical aperture. റിസോൾവിംഗ് പവർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, ന്യൂമറിക്കൽ അപ്പാർച്ചർ ഓഫ് ദി ലെൻസ്. ഈ രണ്ട് ഫാക്ടേഴ്സിനെയുമാണ് റിസോൾവിംഗ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Now next question. What is the correct order of staining reagent in gram staining? Crystal violet, alcohol, iodine solution, safranin. Crystal violet, iodine solution, alcohol and safranin. Crystal violet, safranin, alcohol and iodine solution. Iodine solution, crystal violet, alcohol and safranin. ഇതിൽ ഓപ്ഷൻ വരുന്നത് crystal violet, iodine solution, alcohol and then comes safranin. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ് അല്ലേ, പ്രൈമറി സ്റ്റെയിൻ ആയിട്ട്. ക്രിസ്റ്റൽ വയലറ്റും അയഡിൻ രണ്ടാമത് ആഡ് ചെയ്യുന്ന അയഡിൻ സൊല്യൂഷനും കൂടി കമ്പൈൻ ചെയ്ത് ഒരു CVI കോംപ്ലക്സ് അല്ലേ, നമ്മുടെ ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവിടെ നമ്മൾ അയഡിൻ്റെ റോള് നോക്കുകയാണെങ്കിൽ അയഡിൻ ആക്ട് ആസ് എ മോഡൻറ്റ്. അത് പല ക്വസ്റ്റ്യൻസിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് എ റോൾ ഓഫ് അയഡിൻ അല്ലേ? അയഡിൻ ഇവിടെ ആക്ട് ചെയ്യുന്നത് ആസ് എ മോഡൻറ്റ് ആണ്. ദെൻ കംസ് ആൽക്കഹോൾ. ആൽക്കഹോൾ ആക്ട്സ് ആസ് എ ഡീകളറൈസിങ് ഏജൻറ്റ്. And finally comes a safranin, that is the counter stain. ഇതാണ് gram staining in the order. Gram staining is used to differentiate between gram positive and gram negative bacteria അല്ലേ. ഇത് ആദ്യമായി ഈ മെത്തേഡ് കൊണ്ടുവന്ന സയൻറ്റിസ്റ്റ് ആണ് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The isolation of gonorrhea causing organism, that is Neisseria gonorrhea, by the use of certain antibiotics in media is an example of which of the following? Neisseria gonorrhea ഐസൊലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് സെലക്റ്റീവ് മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, എൻറിച്ച്ഡ് മീഡിയ ഓർ അസേ മീഡിയ. ആൻസർ വരുന്നത് സെലക്റ്റീവ് മീഡിയ. സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ചില മൈക്രോബ്സിന് മാത്രം, ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള ചില മൈക്രോബ്സിൻ്റെ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്കറിയാം നിസേറിയ ഗൊണോറിയയ്ക്ക് യൂസ് ചെയ്യുന്നത് പോലെ ഒരു സെലക്റ്റീവ് മീഡിയയാണ് തായർ മാർട്ടൻസ് മീഡിയം. പിന്നെ നമ്മുടെ മൈക്കോ ബാക്ടീരിയത്തിന് യൂസ് ചെയ്യുന്ന മീഡിയമാണ് ലോവൻസ്റ്റീൻസ് ജെൻസൻസ് മീഡിയം അല്ലേ. ദേ ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് സെലക്റ്റീവ് മീഡിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nichrome loop wire is used in which of the following techniques? Pore plate, spread plate, streak plate and the roll tube method. The answer is B, streak plate. സ്ട്രീക്കിങ്ങിനാണ് നമ്മൾ നിക്രോം ലൂപ്പ് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ സ്പ്രെഡ് പ്ലേറ്റിനൊക്കെ എൽ റോഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പോർ പ്ലേറ്റിനാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ സാമ്പിൾ ഒഴിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ന്യൂട്രിയൻ മീഡിയം ഒഴിക്കുന്നു, ജസ്റ്റ് ഒന്ന് സ്വേൾ ചെയ്യുന്നു. അവിടെ നമുക്ക് ലൂപ്പ് വയേഴ്സിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. എന്നാൽ സ്ട്രീക്കിങ്ങിനാണ് നമ്മൾ ലൂപ്പ് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. The organism which can use reduced inorganic compound as electron donors are known as chemotropes, organotropes, lithotropes and phototropes. ഇതിൻ്റെ ആൻസർ വരുന്നത് ലിത്തോട്രോപ്സ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെ ഒന്ന് കാണാം. കീമോട്രോപ്സ് എന്ന് പറഞ്ഞാൽ they oxidize both organic and inorganic compounds for their energy. Organotropes ആണെങ്കിൽ they oxidize organic molecules alone. Phototropes ആണെങ്കിൽ they depend upon light as their energy source. Now, next question. Which of the following pathway is common for oxidation of carbohydrates, lipids and amino acids? Calvin cycle, electron transport chain, TCA cycle, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ. മൈക്രോബിയൽ മെറ്റബോളിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് TCA സൈക്കിൾ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് TCA സൈക്കിളാണ്, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലേ, നമ്മുടെ ക്രെബ്സ് സൈക്കിൾ. TCA ആണ്
കാർബോഹൈഡ്രേറ്റിൻ്റെയും ലിപ്പിഡിൻ്റെയും അമിനോ ആസിഡിൻ്റെയും ഓക്സിഡേഷനായിട്ടുള്ള കോമൺ പാത്വേ. Now next question. Conversion of ammonia to nitrate and then to nitrate. ആദ്യം നൈട്രൈറ്റ് ആക്കി മാറ്റുന്നു, പിന്നീട് നൈട്രേറ്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സ്. അമോണിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, അസിമിലേഷൻ ആൻഡ് നൈട്രിഫിക്കേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, നൈട്രിഫിക്കേഷൻ. നൈട്രിഫിക്കേഷനകത്ത് വരുന്ന ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ നൈട്രോബാക്ടർ. ആദ്യം അമോണിയനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയൽ ഗ്രൂപ്പാണ് നൈട്രോസോമോണാസ്. പിന്നീട് ഈ നൈട്രേറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയൽ ഗ്രൂപ്പ്സ് ആണ് നൈട്രോബാക്ടർ. സോ ദീസ് ടു കളക്റ്റീവ്ലി ഫോംസ് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ അമോണിഫിക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമോണിഫയിങ് ബാക്ടീരിയ ഇൻവോൾവ് ആണ്. ഡീനൈട്രിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്ന നൈട്രജനെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. അവിടെ വരുന്ന ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ് സ്പീഷീസ്. Now, next question. An enzyme that joins the end of two strands of nucleic acid. Polymerase, ligase, synthetase and helicase. And the answer is ligase. അല്ലേ, നമ്മൾ DNA ടെക്നോളജിയിലൊക്കെ യൂസ് ചെയ്യുന്ന ജോയിനിങ് എൻസൈമാണ് ലൈഗേസ്. പോളിമറേസ് ഹെൽപ്സ് ഇൻ പോളിമറൈസേഷൻ റിയാക്ഷൻ. ദെൻ കംസ് ഹെലിക്കേസ്. ഹെലിക്കേസ് എന്ന് പറയുന്നത് അൺവൈൻഡിങ്, നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഹെലിക്കേസ്. Now, next question. Name the cytokines which released in response to virus infection. വൈറസ് ഇൻഫെക്ഷൻസിൽ റിലീസ് ആവുന്ന സൈറ്റോകൈൻസ് ആരാണ്? ഇൻറ്റർഫെറോൺസ്, മോണോകൈൻസ്, ലിംഫോകൈൻസ് ആൻഡ് ഇൻ്റർലൂക്കീൻസ്. ദ ആൻസർ ഇസ് ഇൻറ്റർഫെറോൺസ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നമുക്കൊന്ന് കാണാം. എന്താണ് മോണോകൈൻ? മോണോകൈൻ എന്ന് പറയുന്നത് ദേ ആർ സൈറ്റോകൈൻസ് ഫ്രം മോണോന്യൂക്ലിയർ ഫാഗോസൈറ്റ്സ്. ലിംഫോകൈൻസ് ആണെങ്കിൽ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ടി ലിംഫോസൈറ്റ്സ്, അല്ലേ? ടി സെൽസിൽ നിന്നുണ്ടാവുന്നവരാണ് നമ്മുടെ ലിംഫോകൈൻസ്. എവിടെ നിന്നാണ് അവർ പ്രൊഡക്ഷൻ വരുന്നത്? ടി സെല്ലുകളാണ് ലിംഫോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻ്റർലൂക്കീൻസ്. Interleukins are cytokines produced by one leukocyte which acts on another leukocyte. അപ്പോൾ വൈറസ് ഇൻഫെക്ഷനിൽ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ് ഇൻറ്റർഫെറോൺസ്. Now next question. Which of the following antibody gives a primary immune reaction? പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. With which of the following enzyme labeling of antibodies is carried out in direct ELISA detection techniques? ELISA is enzyme linked immunosorbent assay, അല്ലേ? Options are alkaline phosphatase, hyaluronidase, lactase and amylase. The answer is alkaline phosphatase. നമ്മൾ ELISA ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് എൻസൈംസ് ആണ്. ഒരെണ്ണം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, വേറൊരെണ്ണം ഹോസ് റാഡിഷ് പെറോക്സിഡേസ്. ഈ രണ്ട് എൻസൈംസ് ആണ് നമ്മുടെ ELISA ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. Now, if the blood group of an individual is A, then the antibody present is. അയാളുടെ ബോഡിയിൽ കാണുന്ന ആൻറ്റിബോഡീസ് ഏതായിരിക്കും? ആൻറ്റി ബി ആൻറ്റിബോഡീസ്, ആൻറ്റി എ ആൻറ്റിബോഡീസ്, anti-O antibodies and anti-AB antibodies. The answer is anti-B antibody. അല്ലേ? എ ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെ ബോഡിയിൽ കാണപ്പെടുന്നത് ആൻറ്റി-B ആൻറ്റിബോഡി, ബി ബ്ലഡ് ഗ്രൂപ്പുകാരൻ്റെതിലോ ആൻറ്റി-A ആൻറ്റിബോഡീസ്. ഇനി ആൻറ്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരുന്നു? AB. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് O, അല്ലേ? O എന്താണ്? O ഗ്രൂപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നും AB-യെ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നുമാണ് വിളിക്കുന്നത്. Now next question. The transfer of genes from one cell to another by a bacteriophage is known as.
recombination, conjugation, transduction and transformation? The answer is transduction. അല്ലേ? ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പിലാണ്. ഇറ്റ് ക്യാൻ ബി എയ്തർ ജനറലൈസ്ഡ് ഓർ സ്പെഷ്യലൈസ്ഡ്. പിന്നെ ഇതിനകത്ത് കാണുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഗ്രിഫിത്ത്. അല്ലേ? കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി DNA transfer by direct cell-to-cell contact through a plasmid. That is called as conjugation. Next question. What are the characteristics of rough pneumococci strain? നമ്മുടെ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്തിരുന്ന ന്യൂമോകോക്കൈ സ്ട്രെയിൻ കാണിച്ച 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് ആർ സ്ട്രെയിനും ഒരെണ്ണം എസ് സ്ട്രെയിനും. ദാറ്റ് ഇസ് റഫ് ആൻഡ് സ്മൂത്ത്. അല്ലേ? ഇതിൽ ആർ സ്ട്രെയിനിനാണ് നമ്മൾ റഫ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? നോൺ ക്യാപ്സുലേറ്റഡ് ആൻഡ് പാത്തജനിക്, നോൺ ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ പാത്തജനിക്, ക്യാപ്സുലേറ്റഡ് ആൻഡ് പാത്തജനിക്, ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ പാത്തജനിക്. ദ ആൻസർ ഇസ് നോൺ ക്യാപ്സുലേറ്റഡ് ആൻഡ് നോൺ പാത്തജനിക്. ഓപ്ഷൻ ബി. ഈ നോൺ ക്യാപ്സുലേറ്റഡ് ന്യൂമോകോക്കൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് അത് എവിറുലൻ്റ് ആണ്, പാത്തജനിക് അല്ല. എന്നാൽ ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ളതാണ് എക്സ്ട്രീംലി വിറുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലേ? ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ എന്ത് ചെയ്യുന്നു? ഇത് എസ്ട്രെയിൻ ആണ് ക്യാപ്സുലേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി പാത്തജനിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When viral genome can become integrated into the bacterial genome, they are known as temperate phage, prophage, bacteriophage and episomes. The answer is prophage. Bacteriophage എന്ന് പറയുന്നത് നമുക്കറിയാം വൈറസ് ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ. എപ്പിസോംസ് എന്ന് പറഞ്ഞാൽ they are plasmids which are capable of integrating into the chromosome. Now next question. The movement of a mobile genetic element is called as mutation, transposition, recombination and transformation. The answer is option B, transposition. ഇതിലെ mutation, it is a sudden heritable change in the genotype of an organism. Transformation means transfer of genetic material അല്ലെങ്കിൽ DNA. അപ്പോൾ ആൻസർ ഇവിടെ വരുന്നത് ട്രാൻസ്പൊസിഷൻ ആണ്. അല്ലേ? Now, which of the following cannot be used as an adsorbent in column adsorption chromatography? Magnesium oxide, silica gel, activated alumina, potassium permanganate. The option is potassium permanganate. It cannot be used. Can be used അല്ല, cannot be used ആണ്. അപ്പോൾ ബാക്കി പറയുന്ന 3 ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാം? കോളം ക്രൊമാറ്റോഗ്രഫിയിൽ അഡ്സോർബൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. മെഗ്നീഷ്യം ഓക്സൈഡ്, സിലിക്ക, ആക്ടിവേറ്റഡ് അലൂമിന, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Beer's law states that the intensity of color is proportional to concentration, distance, composition and volume. The answer is concentration. ഈ ബിയർ ലാംബേർട്സ് ലോയിൻ്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ കളറിമീറ്റർ. അല്ലേ? അപ്പോൾ ഇതാണ് ബിയേഴ്സ് ലോ. ബിയേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഡെവലപ്ഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ. അപ്പോൾ ലാംബേർട്സ് ലോ എന്താണ്? എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ് ഡിപ്പെൻഡ് അപ്പോൺ ദി ലെങ്ത് ഓഫ് ദി കോളം. കമ്പൈനിങ് ദീസ് 2 laws we get the Beer-Lambert's law. Next question. Taq polymerase is a dash polymerase, heat stable, buffering, denaturant and a large polymer. Taq polymerase എന്ന് പറയുന്നത് it is a heat stable. അല്ലേ? ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഹോട്ട് സ്പ്രിങ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തതാണ് നമ്മുടെ ടാക് പോളിമറൈസ് എൻസൈം. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം തെർമസ് അക്വാട്ടിക്കസ്. അല്ലേ? നമ്മൾ PCR യൂസ് ചെയ്യുന്ന
PCR എന്ന് പറയുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നമ്മുടെ DNA ആംപ്ലിഫിക്കേഷന് യൂസ് ചെയ്യുന്ന PCR ടെക്നോളജിയിൽ കാണപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എൻസൈമാണ് ടാക് പോളിമറൈസ്, which is a heat stable polymerase. It can withstand a heat of around 72 degrees Celsius for 30 minutes. അല്ലേ, അതാണ് ടാക് പോളിമറൈസിൻ്റെ പ്രത്യേകത. What are the small peaks achieved by repetitive DNA during density gradient centrifugation process of DNA fingerprinting known as non-repetitive DNA, histone DNA, satellite DNA, none of these? And the answer is satellite DNA. Repetitive DNAയുടെ സ്മോൾ പീക്സിന് നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ്, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് വഴി കിട്ടുന്ന DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് സാറ്റലൈറ്റ് DNA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റോ മെറ്റീരിയൽ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്? ഗ്ലിസറോൾ, കോൺ സ്റ്റീപ്പ് ലിക്കർ, tryptone, biotin. The answer is biotin. ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പൗണ്ടാണ് ബയോട്ടിൻ അല്ലേ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് കോറണി ബാക്ടീരിയം ഗ്ലൂട്ടാമിക്കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോളിഫോം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഇൻക്ലൂഡ്സ് ഓൾ ദ ഡാഷ് ബാസിലെ എയറോബിക്, അനേറോബിക്, aerobic non-sporulating, aerobic gram negative and non-sporulating. കോളിഫോംസിനകത്ത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എയറോബിക് ഗ്രാം നെഗറ്റീവ് ആൻഡ് നോൺ സ്പോറുലേറ്റിംഗ് ബാക്ടീരിയ. കോളിഫോംസിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഈക്കോളൈ അല്ലേ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ പോർട്ടബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് തന്നെ അതിനകത്തെ നമ്പർ ഓഫ് കോളിഫോംസിനെ മെഷർ ചെയ്തിട്ടാണ് അല്ലേ. നമ്മുടെ MPN ടെക്നിക്ക് യൂസ് ചെയ്യും അതിന്. വാട്ടറിൻ്റെ പോർട്ടബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡായിരുന്നു മോസ്റ്റ് പ്രോബബിൾ നമ്പർ മെത്തേഡ് അല്ലെങ്കിൽ MPN. അതിലൂടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് കോളിഫോംസിൻ്റെ നമ്പറാണ്, എസ്പെഷ്യലി ഈക്കോളൈ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ദി വേസ്റ്റ് വാട്ടർ? പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫൈനൽ ട്രീറ്റ്മെൻറ്റ്. ദ ആൻസർ ഇസ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലാണ് ഓർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസിനെ ഓക്സിഡൈസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്? പ്രോഡക്റ്റ് റിക്കവറി, സ്ക്രീനിങ്, മീഡിയ ഫോർമുലേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ദി മീഡിയ. ദ ആൻസർ ഇസ് പ്രോഡക്റ്റ് റിക്കവറി അല്ലേ. നമ്മൾ ഫെർമെൻറ്റേഷൻ ടെക്നോളജിയിലൂടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുത്ത് അതിനെ സൊല്യൂഷനകത്ത് നിന്ന് ആ പറയുന്ന ലിക്വിഡ് ന്യൂട്രിയൻ സൊല്യൂഷനകത്ത് റിക്കവർ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഇസ് പ്രോഡക്റ്റ് റിക്കവറി. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദി ഡൈ റിഡക്ഷൻ ടെസ്റ്റ്, ദാറ്റ് ഈസ് ദി MBRT ഇൻ ഫുഡ് മൈക്രോബയോളജി? MBRT എന്ന് പറയുന്നത് മെഥിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റാണ്. മെഷർമെൻറ്റ് ഓഫ് മൈക്രോബിയൽ ലോഡ്, ഡിറ്റക്ഷൻ ഓഫ് ഫുഡ് കളറൻസ്, assessment of food texture and identification of foodborne pathogens. The answer is measurement of microbial load. ഈ MBRT എന്ന് പറയുന്നത് നമ്മൾ മിൽക്കിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ടെസ്റ്റാണ്. മെഥിലിൻ ബ്ലൂ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡൈ അല്ലേ. മെഥിലിൻ ബ്ലൂ സൊല്യൂഷൻ ഇസ് ബ്ലൂ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, but it will lose color as oxygen is depleted. ഓക്സിജൻ ലെവൽ കുറയുന്നതനുസരിച്ച് അതിൻ്റെ കളറ് റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ മിൽക്കിൻ്റെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. Now, which microorganism is commonly used in the fermentation of sauerkrauts? Escherichia coli, Clostridium botulinum, Saccharomyces cerevisiae and Lactobacillus bulgaricus. The answer is Lactobacillus bulgaricus. ഫെർമെൻറ്റേഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ് ബൾഗാരിക്കസ്. സാക്രോമൈസസ് സെർവീസിയ അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോബുമാണ്. വാട്ട് ഈസ് ദ പ്രൈമറി പേർപ്പസ് ഓഫ് ആഡിങ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ടു ഫുഡ്? ഇംപ്രൂവിംഗ് ദ ടെക്സ്ചർ, എൻഹാൻസിംഗ് ഫ്ലേവർ, ഇൻക്രീസിംഗ് ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ഇൻഹിബിറ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത്.
പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് എല്ലാ കെമിക്കൽ പ്രിസർവേറ്റീവ്സിനും ഇൻഹിബിറ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത് തന്നെയാണ്, അല്ലേ? പല ക്ലാസ്സായിട്ട് നമ്മൾ പ്രിസർവേറ്റീവ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ആയിട്ട് അവർ മൈക്രോബിയൽ ഗ്രോത്തിനെ തന്നെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽഗെ ക്യാൻ ബി യൂസ് ഫോർ SCP പ്രൊഡക്ഷൻ? സ്പൈറോഗൈറ, വോൾവോക്സ്, സ്പൈറുലീന, ക്ലാമിഡോമോണാസ്. ദി ആൻസർ ഇസ് സ്പൈറുലീന. SCP എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന സിംഗിൾ സെൽ പ്രോട്ടീനാണ്, അല്ലേ? സിംഗിൾ സെൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൽഗയിൽ ഒരാളാണ് സ്പൈറുലിന. വേറെ കുറച്ച് സ്പീഷീസുകളും നമ്മൾ ഇതുപോലെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട് SCP പ്രൊഡക്ഷന്. ഫോർ എക്സാമ്പിൾ ക്ലോറല്ല, കോൺഡ്രസ്, ഇവരൊക്കെ എന്താണ് SCP പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൽഗൽ സ്പീഷീസുകളാണ്. ഓക്കെ, നൗ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇമ്മൊബിലൈസേഷൻ പ്രോസസ്? അബ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ, എൻട്രാപ്മെൻറ്റ് ആൻഡ് അഫിനിറ്റി. ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, അബ്സോർപ്ഷൻ. ബാക്കി പറയുന്ന 3 ടെക്നിക്സും എൻസൈം ഇമ്മൊബിലൈസേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അബ്സോർബ് ചെയ്യുക, എൻട്രാപ്പ് ചെയ്യുക, അഫിനിറ്റി, ഇതെല്ലാം എൻസൈം ഇമ്മൊബിലൈസേഷൻ ടെക്നോളജിയിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഇസ് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗ് ഓഫ് എൻസൈംസ്? സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷൻ, submerged fermentation, solid gas state fermentation and gas state fermentation. The answer is submerged fermentation, option B. For example, നമ്മൾ എൻസൈം പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ബയോ റിയാക്ടേഴ്സിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് എംപ്ലോയ് ചെയ്യുന്ന ടെക്നോളജിയാണ് submerged fermentation. Which of the following is a major virulence factor of Streptococcus pneumoniae? Presence of polysaccharide capsule, M protein, streptolysin O, streptolysin S. The answer is A, polysaccharide capsule. ഈ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഔട്ടർ കവറിംഗ് ആണ് അതിൻ്റെ വിറുലൻസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Clostridium perfringens type A occur as a natural flora of stomach, mouth, intestine and eyes. ആൻസർ വരുന്നത് ഇൻറ്റസ്റ്റൈൻ ആണ്, ഓപ്ഷൻ സി. ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത് ദേ ആർ ഗ്രാം പോസിറ്റീവ്, സ്പോർ ഫോമിംഗ് ആൻഡ് അനേറോപ്സ്, അല്ലേ? കൂടുതലും നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ സർവൈവ് ചെയ്യുന്ന നാച്ചുറൽ ഫ്ലോറയിൽ കാണപ്പെടുന്ന ആളാണ് ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ്. Next question, which of the following microorganism occurs in swine? Brucella melitensis, Brucella abortus, Brucella suis and Legionella pneumophila. The answer is Brucella suis. Swine അല്ലെങ്കിൽ പിഗ്സിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസം ആണ് Brucella suis, which causes a disease called as brucellosis in pigs. Coming to the next question, probiotics are used in the prevention of cardiac disease, hypertension, digestive tract disease and lung infection. The answer is digestive tract disease. പ്രോബയോട്ടിക്സിൻ്റെ മാനുഫാക്ചറിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് വൺ ഇസ് ലാക്ടോബാസിലസ് സ്പീഷീസ് അല്ലെങ്കിൽ ബിഫിഡോബാക്ടീരിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Pseudomonas species is involved in which of the following processes? Ammonification, nitrification, reduction of nitrate to ammonia and denitrification. The answer is option D, denitrification. Pseudomonas species is an example of denitrifying bacteria. ഫിക്സ് ചെയ്ത നൈട്രജനെ തിരിച്ച് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ആക്കി റിലീസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് നമ്മുടെ സ്യൂഡോമോണാസ്. നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ, ഡാഷ് ഇസ് എ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ് ബൈ മൈക്രോബ്സ്? ടർബിഡിറ്റി, BOD, COD, DO. And the answer is option B, BOD. BOD is called as ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും പറയാറുണ്ട്. ഈ BOD COD മെഷേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എമൗണ്ട് ഓഫ് പൊല്യൂഷൻ
ഇൻ വാട്ടർ സാമ്പിൾ അല്ലേ. ടർബിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിറ്റർമിൻസ് എ ക്ലാരിറ്റി ഓഫ് ദി വാട്ടർ. COD, it is the amount of oxygen required to degrade organic matter by oxidation. ഓക്സിഡേഷനിലൂടെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഓക്സിജൻ ഡിമാൻഡാണ് COD. ഡിസോൾവ്ഡ് ഓക്സിജൻ ഇസ് സിംപ്ലി ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ദി വാട്ടർ സാമ്പിൾ. സോ ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യാൻ മൈക്രോബ്സിന് എത്ര ഓക്സിജൻ വേണം എന്നുള്ളതിൻ്റെ വാല്യൂ ആണ് BOD സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ BOD ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ വാട്ടറിൻ്റെ കണ്ടാമിനേഷൻ ലെവൽ എത്രയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ പൊല്യൂട്ടൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് BOD COD. ഓക്കെ, ദാറ്റ്സ് ഓൾ ആൻഡ് താങ്ക് യു.